ഹലോ, കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും വന്നു കേട്ടോ. കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാതായത് കേട്ടോ. അപ്പോൾ ഇന്നൊരു വെഡ്ഡിങ് ആനിവേഴ്സറി കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയും പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ. ഇതൊരു 1/2 കിലോയുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ കസ്റ്റമർ എന്നോട് പറഞ്ഞിരുന്നത് അവർക്ക് ക്രീം കുറച്ച് മതി, ലെയറും കുറച്ച് മതി, കുറച്ച് പരത്തി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കേക്കിൻ്റെ സ്പഞ്ച് ചെയ്തിരിക്കുന്നത് 7 ഇഞ്ചിൻ്റെ റൗണ്ട് ടിന്നിലാണ്. 2 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഞാൻ ഈ കേക്ക് ചെയ്യാനായി ഒരു ബേസ് എടുത്തിട്ട് ആദ്യം ഒരു ലെയർ വെച്ച് കൊടുത്തു. അതിലേക്ക് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുത്തു. ഷുഗർ സിറപ്പിൽ മിൽക്ക് മെയ്ഡും കൂടെ ഞാൻ ചേർത്തിട്ടാണ് വെറ്റ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തു. അതിലേക്ക് ഫില്ലിങ്സിനായിട്ട് സ്ട്രോബെറി ക്രഷ്, മിൽക്ക് മെയ്ഡ്, ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി ഇട്ട് കൊടുത്തു. അടുത്ത് രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്തിട്ട് കേക്ക് ഫിനിഷ് ചെയ്തെടുത്തു. സമയമുണ്ടെങ്കിൽ കേക്ക് ക്രം കോട്ട് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കും. സമയമില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ലെയർ വെച്ചിട്ട് കേക്ക് ഉടനെ ഫിനിഷ് ചെയ്തെടുക്കും. മിക്കപ്പോഴും ഞാൻ ഇങ്ങനെയാണ് കേക്ക് ചെയ്യാറുള്ളത്. കേക്ക് ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം കേക്കിൻ്റെ മുകളിലായിട്ട് പാലറ്റ് നൈഫ് കൊണ്ട് ഒരു ഡിസൈനും കൂടി കൊടുത്തു. കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം സെറ്റാക്കിയതിന് ശേഷമാണ് പുറത്ത് ബാക്കിയുള്ള ഡെക്കറേഷനൊക്കെ കൊടുത്തത്. കസ്റ്റമർ പ്രത്യേകിച്ച് ഡിസൈനൊന്നും പറഞ്ഞില്ലായിരുന്നു. കേക്കിന് ഓർഡർ തന്നപ്പോൾ കുറച്ച് ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ഫോട്ടോസ് അയച്ചു കൊടുത്തു. പക്ഷേ അവർ ഡിസൈനൊന്നും പറഞ്ഞില്ല, സിമ്പിളായിട്ട് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവർക്ക് അയച്ചു കൊടുത്ത ഫോട്ടോസ് എല്ലാം നോക്കിയിട്ട് എൻ്റേതായ രീതിയിൽ ചെയ്ത ഒരു ഡിസൈനാണ്. ആദ്യം ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയതിന് ശേഷം ഒരു മരത്തിൻ്റെ ചില്ല പോലെ ഒരു ഡിസൈൻ കൊടുത്തു. അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമിൽ റെഡ് ജെൽ കളർ ആഡ് ചെയ്തിട്ട് അതിനെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെറിയ റോസറ്റ നോസിൽ കൊണ്ട് അവിടെ ഇട്ട് ഒരു ഫ്ലവർ പോലെ വരച്ചു കൊടുത്തു. കുറച്ച് വിപ്പിംഗ് ക്രീമിൽ ജെൽ കളർ ആഡ് ചെയ്താൽ നല്ല ഡാർക്ക് കളർ കിട്ടും. പിന്നെ കയ്പ്പ് രസം വരാതിരിക്കാൻ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. അതിനുശേഷം ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്തെടുത്ത ഒരു കപ്പിൾസിൻ്റെ പിക്ചറും കൂടി വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് 10th വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് എഴുതിയാൽ മതിയെന്ന് കസ്റ്റമർ പറഞ്ഞിരുന്നതുകൊണ്ട് സെൻട്രലായിട്ട് അതുപോലെ എഴുതി കൊടുത്തു. എന്നിട്ട് വിപ്പിംഗ് ക്രീമിൽ തന്നെ കേക്കിൻ്റെ മുകളിലും സൈഡിലായിട്ടൊക്കെ കുഞ്ഞു കുഞ്ഞു ഹാർട്ടുകൾ വരച്ചു കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കേക്കിൻ്റെ ഡെക്കറേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ.